ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്കൊരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയാലോ? നെല്ലിക്ക വെള്ളയ്ക്കാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെല്ലിക്ക ഞാൻ വാട്ടിയിട്ടൊന്നുമില്ല, ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഇതുപോലെ മുളകാണ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഉണ്ടമുളകാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ കാന്താരി മുളകോ പച്ചമുളകോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി ഈ മുളകെല്ലാം ഞാനിങ്ങനെ നെടുകെ കീറിയെടുക്കുവാണ്. എല്ലാ മുളകും ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിന് വേണ്ടുന്ന ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ കുറച്ച് ജീരകം 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മുടെ കടുകൊക്കെ പൊട്ടി, കടുകും ജീരകവും ഒക്കെ ഒന്ന് പൊട്ടി എല്ലാം ഒന്ന് നന്നായിട്ട് വറുത്ത് കിട്ടുന്നുണ്ട്. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം കറക്റ്റ് പരുവായിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറൊന്നും ആക്കിയില്ല. ഇതുപോലെ തരിതരിയായിട്ടുള്ള പൗഡറായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു കുടം വെളുത്തുള്ളിയാണ്, അത് രണ്ടായിട്ടൊന്ന് പിളർന്നിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സെയിം അളവിൽ തന്നെ ഞാൻ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നേരത്തെ നെടുകെ കീറി വെച്ചേക്കുന്ന ഉണ്ടമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഉണ്ടമുളകിന് പകരം കാന്താരിമുളകോ പച്ചമുളകോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയിട്ട് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് എടുത്ത് വെച്ചേക്കുന്ന നെല്ലിക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അച്ചാറായതുകൊണ്ട് കുറച്ച് ഉപ്പ് മുന്നിലോട്ട് നിൽക്കണം. നമുക്ക് ലാസ്റ്റിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് കുറച്ച് കായപ്പൊടി വിതറി കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച അച്ചാറിൻ്റെ മസാലക്കൂട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്ത മസാലക്കൂട്ടും നെല്ലിക്കയും ഉണ്ടമുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്കിതിലോട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് നെല്ലിക്ക നമുക്ക് ഒരുപാട് നേരം ഇട്ട് ഇളക്കേണ്ട കാര്യമില്ല. ഒരുപാട് അങ്ങ് വെന്ത് സോഫ്റ്റ് ആയി പോയാലും കൊള്ളത്തില്ല. കുറച്ച് ക്രഞ്ചി ആയിട്ടൊക്കെ കിടക്കണം, എന്നാലേ നെല്ലിക്ക അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെല്ലിക്ക വെള്ളക്കിട്ട അച്ചാർ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.